നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമ്മുടെ കാര്യക്കാരെത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജ്വൽ ചേട്ടാ. നമസ്കാരം. പതിവ് പോലെ നമ്മൾ എത്തിയിരിക്കുന്നു. ആദ്യത്തെ സ്കിറ്റ് പഞ്ചുകൾ ശീലമാക്കിയ ഒരു ടീമാണ് വരാൻ പോകുന്നത്. ടീം എസ്. ഒത്തിരി സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം ശെൽവൻ, ശ്യാം ആൻഡ് ശംഭു. ഹലോ മിസ്റ്റർ സെബാസ്റ്റ്യൻ, നിങ്ങൾ പറയുന്നത് കാരണം ശരിയാണ്. ജില്ലാ കോർട്ട് ജഡ്ജിയാണ് നമ്മുടെ പപ്പ. പക്ഷെ എന്ത് ചെയ്യാൻ, 3 വർഷം മറ്റു പപ്പ തളർന്നു കിടക്കയില്ലേ. രക്തത്തിൽ പിറന്ന നമ്മൾ മക്കളല്ലേ നോക്കേണ്ടത്. എങ്ങനെ രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലാബിലിരിക്കുന്ന വെച്ചിട്ട് പോടാ അവിടുന്ന്. സംഭവം അതല്ലെന്ന്. മൂത്ത ചേട്ടായി ഉണ്ട്. ചേട്ടായി വന്ന് ഇതുവരെക്കും അച്ഛനെ നോക്കിയിട്ടില്ല. 24 മണിക്കൂർ ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചേട്ടായി വരും. ഈ കാര്യത്തിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി എടുക്കും. ഞാൻ ജോമോനെ, ചേട്ടായി എത്തിയടാ. അപ്പൻ എങ്ങനെയുണ്ടാ മോനെ? നീ ഇത്രയും നാൾ കിടന്ന് ഉറങ്ങിയായിരുന്നാടാ. പപ്പ ഇറങ്ങും തുടങ്ങിയിട്ട് എത്ര വന്ന 3 വർഷമായി. നീ അങ്ങനെ സംസാരിക്കരുത്. പപ്പയും മോനുമായിട്ടല്ലേ ഞങ്ങൾ ജീവിച്ചത്. ഇതാ എന്റെ ഓർമ്മയിലെന്നും എന്റെ പപ്പ ഉണ്ടായിരുന്നു. രാവിലെ ഉറക്കമായിട്ട് നോക്കുമ്പോ പപ്പയും ഞാനും, ഉച്ചക്ക് പപ്പയും ഞാനും, വൈകുന്നേരം കപ്പയും മീനും. പപ്പയും മോനും അല്ലേ? പിന്നെ എനിക്ക് വിശക്കൂലേ എപ്പോഴും പപ്പ പപ്പ. പപ്പ ഇപ്പൊ എങ്ങനെയുണ്ടാ? പഴുത്തതാണെങ്കിൽ തോട്ടയിട്ട് കുത്തിയിട്ട പൊക്കമൊന്ന് വീഴും. ഈ കോമഡിക്ക് എങ്ങനെയാണ് ഇറങ്ങി ഉടനെ പൈസ തരണം? അത് അക്കൗണ്ട് പപ്പയെന്ന് വെച്ചപ്പോ പപ്പയ്ക്കെന്ന് പറഞ്ഞാൽ ഒന്ന് പോടോ അവിടുന്ന്. 2 പെക്ക് അടിക്കാം. ചേട്ടായി, ഇവിടെ വെച്ച് മദ്യപാനം പറ്റത്തില്ല. ചേട്ടായി ഇതിനു മുമ്പ് ഇവിടെ വന്ന് എനിക്കും വയ്യാതെ കിടക്കുന്ന നമ്മളെ പപ്പയ്ക്കും തന്നിട്ട് നമ്മളെ സുഖിപ്പിച്ചിട്ട് അന്നേരം ചേട്ടായി ഇവിടുന്ന് പോയിരുന്നു. പക്ഷെ ഇന്നൊരു തീരുമാനം ഇവിടെ ഞാൻ ഉണ്ടാക്കും. പപ്പയെ നോക്കുന്ന കാര്യത്തിലും നമ്മുടെ സ്വത്തിന്റെ കാര്യത്തിലും. കെണ്ടമാമനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കെണ്ടമാമൻ വന്ന് നമ്മുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ കെണ്ടമാമ നിന്നെ മൂക്കി പിടിച്ച് കയറ്റു. പോവാൻ പറയടാ കെണ്ടമാമനെയൊക്കെ. ഇന്ന് ആവശ്യമില്ലാതെ കെണ്ടമാമി അവരെയൊക്കെ ആരുടെ? ഒന്നാമത് ഈ വീട്ടിലാള് സുഖമില്ലാതെ കിടക്കുകയാണ്. നാണമില്ലാതെ വീട്ടിന് മുറ്റത്തിരുന്ന് കുടിക്കുന്നുണ്ടോ മാമ? അച്ഛന് സുഖമില്ലാത്തതാണ്. ഈ മദ്യമൊക്കെ ഒന്ന് ചവിട്ടി പുറത്ത് കളവ. ജോസേ, ഓ ഞാൻ 2 പ്രാവശ്യം ചുമച്ചായിരുന്നു. ഇനി വില്ലൻ ചുമ വന്ന് ഞാൻ പെടഞ്ഞ് വീണാലേ ഞാൻ മാറുണ്ടോ? അവനെ കണ്ടില്ലായിരുന്നു വലിയ അമ്മ, കണ്ടില്ലായിരുന്നു വലിയ അമ്മ. നീ എന്തോ കാണിക്കുന്നു? അല്ല, ഈ അകത്ത് കിടക്കുന്ന ആരാടാ? പപ്പ. അകത്ത് കിടക്കുന്നതിന്റെ പപ്പ. അയാൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് നീ ഇവിടെ കൊണ്ടു മദ്യപിക്കുന്നല്ലേ? 3 വർഷമായിട്ട് ആ പപ്പയെ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ഇരിക്കുന്നത്. നിന്റെ അനിയൻ അവന്റെ ഫ്രണ്ട് വെച്ച് മദ്യവെച്ച് നീ മതോന്മത്തനാവുകയാണ്. നീ അത് നീ ഒറ്റയ്ക്കാണ് നീ ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ഒരാള് വേണ്ടേ? ഒരു മാമ ബെൽറ്റ് ഇട്ടിട്ടില്ല. നമ്മള് കുടുംബക്കാരല്ല, ഒരു ബെൽറ്റ് അല്ലേടാ. ആവശ്യമില്ല മാമ. ഇതെങ്ങനെ പോയാ എങ്ങനെ മാമ? ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആമാശയത്തിൽ, അവിടെ നിന്ന് പ്ലീഹ വഴി തലച്ചോറിൽ എത്തിയിട്ട് ഒരു രസഗുള. മാമ ഒരു കാര്യം മനസ്സിലാക്കണം. പറയണമോനെ, അകത്ത് പപ്പയെ കുരുവിള നോക്കുക. ഇത് ഡിപ്രഷൻ ആണ്ട മോനെ. നമുക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കും. കുരുമുളകും പപ്പയെ നോയിക്കൊണ്ടിരിക്കുന്നു, പപ്പയ കുരുമുളകിനെ നോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോ അടയ്ക്കാമരത്തില് ഒരു വെറ്റക്കൊടി ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞു. ഞാൻ കുറേ സമയം ആലോചിച്ചിരുന്നപ്പോ എനിക്ക് തോന്നി, ഇത് ഇവർ തമ്മിൽ പ്രേമമാണോ? ഡിപ്രഷനാണ്. ഒരു ചൊരപ്പും ഇല്ലാതിരിക്കുമ്പോ ഇത് വരും. മാമൻ ഒന്ന് ചോദിക്കും മാമന്റെ അടുത്ത്. നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ കുടുംബക്കാരല്ലേ, ഒഴിച്ചടിച്ചൂടെടാ. അത് മാമ, മാമന്റെ വാക്കിന് ഇവിടെ എതിർ വാക്കില്ല. കുടുംബക്കാർക്കെല്ലാം മാമനെ പേടിയാണ്. മാമനാണ് നമ്മുടെ തൊലതൊട്ടപ്പൻ. ജോസേ, ഓ നിനക്കറിയാലോ, കുടുംബത്തിലെ തോട്ടത്തിൽ പന്നി ഞാനാണ്. നീ എന്തോടാ പറഞ്ഞ? എന്തോ പറഞ്ഞ നീ? തലതൊട്ടപ്പൻ. കുടുംബത്തിലെ തലതൊട്ടപ്പൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ പപ്പയെ നോക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാണ്? പപ്പയെ നോക്കുന്നത് അവനല്ലേ മാമ നോക്കിണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊരു പറയാ, ഞാൻ അതുപോലെ ദൂരെയല്ലേ, എനിക്ക് പെട്ടെന്ന് ഒന്നും നോക്കാൻ പറ്റൂല. നീ ഇപ്പം എവിടെയാ താമസം? ഞാൻ പന്തളത്താണ് താമസം. പന്തളത്ത് എവിടെ? പാറശാല. പന്തളത്ത് പാറശാല? ഓ, എന്റെ ഭാര്യ വീട് പാറശാലയല്ലേ. അപ്പൊ അവിടുന്ന് പന്തളത്ത് വരുമ്പോ ഞാൻ താമസിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. എടാ അതല്ലെന്ന്, നീയും ഭാര്യയായിട്ട് പന്തളത്താണല്ലോ താമസം. ഓ, പന്തളത്ത് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. പന്തളത്ത് വന്ന പിന്നെ താമസമില്ലല്ലോ, പെട്ടെന്ന് വീട്ടിൽ പോവാലോ. എടാ അതല്ല ഞാൻ ചോദിച്ചത്. എടാ നീ പന്തളത്തല്ലേ ഭാര്യയായിട്ട് താമസിക്കുന്നത്? ആ പന്തളം എവിടെയാ? പന്തളത്ത് ഞാൻ ജംഗ്ഷനിൽ വന്നെങ്കിൽ ആട്ടോയും കാറും ഉണ്ട്, പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ, പിന്നെ താമസം വരുന്നില്ലല്ലോ.
അതല്ലെന്ന് പന്തളം എവിടെയാണ്? ഇവിടുത്തെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? പന്തളത്ത് നീയും നിന്റെ ഭാര്യയും എവിടെയാണ് താമസം? പന്തളം ജംഗ്ഷനിൽ വന്നു അവിടെ ഓട്ടോയും കാറും കൂടെ പിന്നെ താമസം പിന്നെ കയറി വെക്കൂടെ? നീ ഒരു കാര്യം ചെയ്യണം, ആ പന്തളത്ത് കടത്തിന്റെ ഇലല്ലോ പോയി എവിടെ താമസം ഒന്നും അച്ഛൻ വയ്യാതെ കിടക്കോ? എവിടെ താമസം ഒന്നും ചോദിച്ചപ്പോ പന്തളത്തിൽ താമസം കാണിക്കുന്ന ഈ കുടുംബത്തെ. അല്ല അപ്പൊ താമസം അറിയണ്ടേ മാമൻ? ഞാൻ താമസിക്കുന്ന സ്ഥലം എവിടെന്നറിയാം. പറ, അങ്ങനെ മര്യാദക്ക് പറയാം, എവിടെയാണ് നീ ഇപ്പൊ താമസിക്കുന്നത്? നമ്മള് പന്തളത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പൊ പന്തളത്ത്. പിന്നെ ഈ ഓട്ടം കണക്ക് പിന്നെ അവിടെ നിന്ന് താമസിക്കും. കയ്യടാ ഒരു പെഗടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാകും. വിവരമില്ല മാമ, വിവരമില്ല. ആരോട് എന്തൊരു സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ. അതാ പിന്നെ എങ്ങനെയാ കാര്യങ്ങള്? സാമ്പത്തികം വല്ലതും ചോദിക്കണോ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണോ? അവരിപ്പം വട്ടം പൊളിഞ്ഞ് നിൽക്കുകയാണ് ഇതിന്റെ കാര്യത്തിൽ. സാമ്പത്തികത്തിന്റെ കാര്യം ഒന്ന് ചോദിക്കും. എങ്ങനെയാടാ ജോസേ ദാമ്പത്യമൊക്കെ? അതായത് എന്റെ ഭാര്യ പന്തളത്താണല്ലോ ഇപ്പൊ താമസം. അപ്പൊ കല്യാണം കഴിഞ്ഞ് 3 ദിവസം എന്നോട് ജീവിച്ചോളൂ. അവളെ പണങ്ങിപ്പോയി. പിന്നെ കല്യാണ ആൽബം നോക്കിയിട്ട് ഞാൻ എനിക്ക് എന്തൊരു ദാമ്പത്യം മാമ. കല്യാണ ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ അടുത്ത് ദാമ്പത്യം ദാമ്പത്യം അല്ല മാമ, സാമ്പത്തികം. സാമ്പത്തിക ഇടപാട് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നിന്റെ അച്ഛന്റെ അതായത് ഞാൻ പറഞ്ഞെന്താ വേറൊന്നുമല്ലടാ, അച്ഛന്റെ ഡൗറിയൊക്കെ എങ്ങനെയാണ്? അത് ഞാനല്ലല്ലോ കുളിപ്പിക്കുന്നത്, അവനല്ലേ കുളിപ്പിക്കുന്ന. അപ്പൊ അവന് കറക്റ്റായിട്ട് അറിയാലോ അച്ഛന്റെ ഡൗറി എങ്ങനെയാണ്. എടാ അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അച്ഛനെ കുളിപ്പിക്കുന്ന അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല സ്വത്ത് എങ്ങനെയാന്ന് വെച്ചാല് എന്റെ അപ്പൻ എപ്പോഴും നോക്കുന്നത് എന്റെ അനിയനാണല്ലോ. അതുകൊണ്ട് നീ വാടാ, എപ്പോഴും നോക്കുകയും അച്ഛനെ നോക്കുന്നവനാണ്. അതുകൊണ്ട് 75% ചേട്ടായി എനിക്കും 25% അവനും. 75% എന്ന് പറയുമ്പോ നിനക്ക് കുറഞ്ഞു പോകൂലേടാ? ഞാൻ സഹിച്ചോളാം. അല്ല പപ്പയെ നോക്കി കിടക്കുന്ന ഈ ചെറുക്കന് 25% കൊടുക്കണം. അതുകൂടെ നിനക്ക് എടുത്തൂടെ? അല്ല അത് കൊടുക്കണം. ഇത് ഞാൻ 70% എടുത്തെന്തെന്ന് അറിയാമോ? ഇല്ല. മാമച്ചിക്ക് മുണ്ടൂര് അറിയാമോ? മാമച്ചിക്ക് മുണ്ടൂര് അറിയാമോ? അറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതല്ലെന്ന്, മുണ്ടൂര് പാർവതി ശാരിശേരി അറിയാമോ? ആ അമ്മയിൽ അച്ഛനൊരു മോളുണ്ടെന്ന്. നമ്മളെ കനക ചേച്ചി. അത് ശരി. അവർക്ക് ഈ തയ്യലൊക്കെയാണ് അവർക്ക്. ഈ തുണിക്കടയും പെട്രോൾ പമ്പും അവർക്ക് എഴുതി കൊടുക്കാനുള്ള പരിപാടിയാണ്. അത് എനിക്ക് എഴുതി തന്നാൽ ഞാൻ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കാം. നരസിംഹത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററും ഈ പെട്രോൾ പമ്പും കൂടെ എഴുതി തരുന്ന നല്ല സുഖം ഉണ്ടാവൂല്ലോ. വല്ലപ്പോഴും ഒരു സിനിമ കാണണം കേട്ടോ. എന്തിനു മാമ? ഇല്ല നിന്റെ കാൽ ചൂട്ടി കിടക്കുന്ന മണ്ണൊലിച്ചു പോകണം നീ അറിയൂല. ഞാൻ പറഞ്ഞ കേട്ടോ. മാമ ഇങ്ങനെ കുടിച്ചോണ്ട് കിടക്കല്ലോ മാമ. വീട്ടിൽ ചെല്ലുമ്പോ മാമി ചോദിക്കും. അനങ്ങത്തില്ലോ, പുറത്ത് കിടക്കത്തേ ഉള്ളു, മിണ്ടത്തില്ല. അയ്യോ, മാമിയെ തല്ലി പുറത്താക്കോ? അതല്ലെന്ന്, ഞാൻ പുറത്ത് കിടക്കത്തേ ഉള്ളു, അവള് മിണ്ടത്തില്ല. അവള് ഞാൻ പിടുത്തം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ വരില്ല. മാമിയെ കണ്ടിട്ട് കുറെ നാളായി. മാമി ഇപ്പൊ എവിടെ മാമ? അവള് സ്ട്രേറ്റിലാടാ. 7 മണിക്ക് അങ്ങ് വീട്ടിനകത്ത് കയറാൻ പറയണേ. എന്ത്? ഇല്ലെങ്കിൽ കൊതുക് കടിക്കും. എന്തിന്? റബ്ബർ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. റബ്ബർ സ്റ്റേറ്റില്ല? ഓ, നിനക്ക് ഗോൾഡൻ പഞ്ച് കൊതിയുണ്ടാടാ? അല്ലെങ്കിൽ ഈ സ്ലേറ്റിലാണെന്ന് പറഞ്ഞപ്പോ റബ്ബർ സ്റ്റേറ്റ് കൊതുകടിക്കുമെന്ന് പറഞ്ഞ കോമഡി ഇപ്പഴിച്ച ഗോൾഡൻ പഞ്ച് കൊതിയനാടാ. ഞാൻ ഒന്നിലും കൊതിക്കുന്നവനല്ല. അല്ലേ? എന്റെ മനസ്സിൽ എന്റെ പപ്പയും ഞാനും മാത്രമേ ഉള്ളൂ. എനിക്ക് പപ്പയും ഞാനും. അതുകൊണ്ട് പപ്പയുടെ 45 ഏക്കർ റംബൂട്ടാൻ തോട്ടം എനിക്ക് എഴുതി തരണം. പപ്പയുടെ ഓർമ്മയ്ക്കല്ലേ? എഴുത്തരുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റംബൂട്ടാൻ സീസൺ ആയി കഴിഞ്ഞാൽ നിന്റെ പപ്പയെ നീ വല വെച്ച് കെട്ടി അങ്ങ് മറച്ചേക്കണം. അതിന് മാമ? എടാ ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ റംബൂട്ടാൻ വവ്വാലടിക്കോടാ. നമ്മളെ സൂക്ഷിക്കണം, നിന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം നീ സൂക്ഷിക്കണം. അത് നോക്കി എന്റെ വിദ്യാഭ്യാസം നടന്നിട്ടില്ല, ജോലി നോക്കിയിട്ടില്ല, എന്റെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പാമ്പ് പിടിച്ചോണ്ട ഫ്യൂച്ചർ പോയി. ഒരു പാമ്പ് പിടിച്ചോണ്ട പൂച്ചർ പോയി. അവനറിയോ? എനിക്കറിയില്ല. നീ ഓഫീസ് വീട് എന്ന് മാത്രം കരുതി ഇങ്ങനെ കഴിഞ്ഞ എന്റെ ഫ്യൂച്ചർ പോയെന്ന്. എന്തോ സംഭവം മനസ്സിലായപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു. കണ്ടോടാ, നമ്മള് മാനത്തോളം ആഗ്രഹിക്കണം, എന്നാലേ എവിടുന്നെങ്കിലും ഒരു തരി കിട്ടുള്ളൂ. അല്ലേ? അത് കറക്റ്റാണ്. ഇവൻ ആഗ്രഹിച്ചോണ്ടോ പൈലറ്റ് ആവാൻ? അറിഞ്ഞില്ല. ഇതുപോലെ ആഗ്രഹിക്കണം മോനെ. എന്താ നിനക്ക് അങ്ങനെ ഒരു ചിന്ത വന്നേ? അതാകുമ്പോ മാനത്തിട്ട് ഓടിച്ചു പഠിക്കുമ്പോ നേരെ പറഞ്ഞ വണ്ടി ഇടിക്കത്തുമില്ല, നമുക്ക് സൈഡ് പോകാറ് മാനത്ത് എവിടെ വേണമെങ്കിലും ഓടിച്ച് പോവാം മാമ. പിന്നെ മാമ, മാനത്ത് നമ്മൾ എവിടുന്ന് ലൈസൻസ് എടുക്കും മാമ? രാവിലെ ഞാൻ പല്ലിയച്ച് കുളിക്കുന്നതിന് മുമ്പ് നീ ഇത് വന്ന് എന്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. അതെന്ത് മാമ? കുളിച്ച വായിൽ ഇതിന് മറുപടി പറഞ്ഞാൽ ഇത് എവിടുന്ന് ലൈസൻസ് എടുക്കണം മാമ? നാളെ ഒരുമാതിരി കാര്യം പറയുമ്പോൾ ഒരുമാതിരി തമാശിക്കരുത്, അവന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. ഞാനും ഒരു മനുഷ്യനാണ്, ഇങ്ങനെ എന്നെ കുറച്ച് കളിയാക്കരുത്. നീ മനുഷ്യനാടാ, നീ മനുഷ്യൻ. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നോക്കാൻ നിൽക്കുന്ന ഒരുത്തനാണ്. കൈകെട്ടി നിൽക്കണം നിപ്പുണ്ടോ? നീ ഏത് ബാങ്കിലെ മാനേജറാണ്? ഇങ്ങനെയാണോ ഒരു ബാങ്കിലെ മാനേജറാണോ?
ഒന്നുമില്ലെങ്കിൽ ആ ടൈ പിടിച്ചൊക്കെ ടൈറ്റ് ചെയ്ത് ചാകര. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പൊക്കോളാം. എങ്ങനെ ഞാൻ ഇവിടെ നിങ്ങോട്ടുള്ള ഇറങ്ങി പൊക്കോളാം. ഇന്നൊരു പോണ്ട. ഒരു പെക്കഴിച്ചു കുറ ചെറുക്കന് മാമനൊക്കെ നിൽക്കുമ്പോ എന്ത് എന്നാ ചെയ്താ അല്ലപ്പാ ഓ അടുപ്പപ്പെട്ട പാലോ പാലോ നല്ല നടപ്പാലം. എന്താടാ ഇത് ഗായകനാടാ കലക്കി കൊടുത്തത്. അപ്പന്റെ കൈയും പിടിച്ചു നടക്കണ നേരം ആയൂരു പാലത്തിന്റെ തോണേ നിന്നും. ആയൊരു പാലും പാറിന്റെ തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്. ആയൂരു പാലത്തിന്റെ വിളി കേട്ടു. പാലോ പാലോ നല്ല നടപ്പാലം. നിർത്തട ഒരു പെഗടിക്കിച്ച് കഴിഞ്ഞ ഉടനെ ആട്ടവും പാട്ടും ഇങ്ങനെ നിങ്ങള് കുടുംബത്തിനൊരു ഇത് വിലയില്ലേ? ഇങ്ങനെ ആടാനൊക്കെയാണ്. മദ്യം നമ്മളെ കഴിക്കണം. നമ്മൾ മദ്യം കഴിക്കാൻ നിൽക്കരുത്. നമ്മൾ മദ്യം കഴിക്കണം കേട്ടോ. ആവശ്യമില്ലാതെ മദ്യം നമ്മളെ കഴിക്കാനുള്ള അനുവാദം കൊടുക്കരുത്. നമ്മൾ ചെയ്യോ ഇനി അങ്ങനെ രണ്ടുപേരും കാര്യം ചെയ്യും. വെള്ളം എടുത്തോണ്ട് ആട്ടവും പാട്ടും. അവൻ പോയ പോലെ ഞാൻ പോണം. ചെല്ലടാ ഒരു കൂട്ടിന് സഹോദര ബന്ധമില്ലാത്തവനെ. പാലോ പാലോ നല്ല നടപ്പാലോ അച്ഛന്റെ കയ്യും പേടി. മാമ അകത്ത് പോയി വെള്ളമെടുത്തപ്പോഴാ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അച്ഛൻ എങ്ങനെയാണ് വയ്യാതായെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. എന്റെ പൊന്നെ 3 വർഷം ഡോക്ടറേറ്റ് തിരിഞ്ഞും മറിഞ്ഞും പരിശ്രമിച്ച് നടക്കാത്ത ആ സത്യം നീ മനസ്സിലാക്കി. ജോസ് ഡോർ ക്ലോസ്, ഡോർ ക്ലോസ്. പറടാ മക്കളെ, ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു. നിനക്ക് ഒരു പെഗ് ഉള്ളിലേക്ക് ചെന്നപ്പോൾ വന്നില്ലേ? പറയണ മക്കളെ. അതെ, വെള്ളം എടുക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അതിൽ മൊത്തം ചെളിയും ചള്ളയും എല്ലാം. നമുക്കൊരു ഫിൽറ്റർ വെക്കണം. ആ വെള്ളം കുടിച്ചാണ് അച്ഛന് രോഗം വന്നത്. ജോസേ, ആ ഡോർ എല്ലാം തുറന്നിടണം. ഇത് ഇവിടെ കിടന്നാ എല്ലാരെയും ബാധിക്കും. ഈ ഇത് ഇവിടെ കിടന്നാ ബാക്കിയുള്ളവരെ എല്ലാം ബാധിക്കുന്ന സാധനം. തള്ളേ, ഇതാണോടാ സുപ്രീം കോടതി ജഡ്ജി തളർന്നു കിടക്കുന്നത്. മാമ ഇവന് തെറ്റി മാമ. ഇതുകൊണ്ടൊന്നും അല്ലെന്ന്. അച്ഛന് ഉറക്കമില്ലാത്തോണ്ട് ഈ അസം വന്നത്. അങ്ങനെയുണ്ടല്ലേ? പിന്നെ അച്ഛന് ഉറക്കമില്ല. ശരി, മനുഷ്യൻ എന്താ പ്രശ്നം? ഈ രാത്രിയാകുമ്പോ അച്ഛൻ കിടന്ന് ഉറങ്ങും. അപ്പൊ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ തട്ടി ഉണർത്തും. അപ്പൊ കണ്ണൂർത്തിങ്ങനെ നോക്കും. പിന്നും കുറെ നേരം കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ തട്ടി ഉണർത്തും. അപ്പോഴും കണ്ണൂർന്ന് നോക്കും. ഉറക്കമില്ല, ഒട്ടും ഉറക്കമില്ല. നിനക്ക് ഉറക്കമില്ലാത്ത നിന്റെ അച്ഛനാണ് ഉറക്കമില്ല. ഒരാൾ ഉറങ്ങി കിടക്കുമ്പോ ടൈയും കെട്ടിക്കൊണ്ടിരുന്ന ടൈ കെട്ടിയാ മൂങ്ങ. നീ എന്തിനാ അച്ഛൻ തട്ടി ഉണർത്തണം? പറ്റിയത് പറ്റി മാമ, പോയത് പോയി. ഒരു സർവീസിലിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ പോലീസിലാണ് ഇരുന്ന് മരിച്ചെങ്കിൽ മകന് പോലീസായിട്ട് ജോലി കിട്ടും. നമ്മൾ ഡോക്ടറാണെങ്കിൽ, സർക്കാർ ഡോക്ടറാണെങ്കിൽ അവിടെ ജോലി കിട്ടും. അപ്പൊ നമ്മുടെ അച്ഛനൊരു മജിസ്ട്രേറ്റ് ആണല്ലോ. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മജിസ്ട്രേറ്റ് ജോലി കിട്ടും. മജിസ്ട്രേറ്റ് വെച്ചാൽ ജഡ്ജ് അല്ലടാ. ജഡ്ജ് എന്ന് പറഞ്ഞാലേ മറ്റൊന്നും കൂടെ പറയാൻ പറ്റുള്ളൂ. സുപ്രീം കോടതി ജഡ്ജ് അല്ലേ? എങ്ങനെ ഇരിക്കുന്നു? സുപ്രീം കോടതി ജഡ്ജ് ആവാൻ ആഗ്രഹിക്കുന്നത്. എടാ, ഇവിടുത്തെ പുഞ്ചിരി ക്ലബിൽ പോലും ജഡ്ജായിട്ട് നിന്നെ വിളിക്കൂല, അറിയാം? പുഞ്ചിരി ക്ലബിൽ ഇവിടെ വിളിക്കൂല നിന്നെ. നീ പൈലറ്റ് പറഞ്ഞ എന്താ മാനത്തിട്ട് പ്ലെയിൻ ഓട്ടിക്കാന്ന്. പൈലറ്റ് എന്താ നിങ്ങൾ വന്ന കാര്യം കൊണ്ട് ചെയ്യും. തുമ്മർത്തും പറ. ഒരു കാര്യം ചെയ്യടാ, സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറ. രണ്ടുപേരുടെ ഒരു പെഗ് കഴിച്ചടി സ്നേഹത്തില്. കഴിടാ, കഴിക്കോക്കളെ. കഴിച്ച് ജിയേഴ്സ് ഒന്നും ഇല്ലല്ലേ? ഓക്കെ. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനം പപ്പയെ നോക്കണം. അതാണ് ഫസ്റ്റ്. മാമ, നമ്മൾ തീരുമാനം എന്താണ് പറയൂ. അതായത് മാമനാണല്ലോ ഈ കുടുംബത്തിലെ എല്ലാ നോട്ടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. അതെ, കുടുംബപരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന മാമൻ. അതുകൊണ്ട് നമ്മുടെ പപ്പയെ മാമൻ തന്നെ നോക്കണം. ഞാൻ നോക്കണം? മാമൻ തന്നെ നോക്കണം. എടാ, അങ്ങനെ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. വയസ്സാകുമ്പോ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ മക്കൾ ഇതുപോലെ വഴക്കുണ്ടാക്കും. അപ്പൊ നോക്കാൻ ഒരാൾ വേണ്ടേ? ഓക്കെ, നിങ്ങൾ ആഗ്രഹം ഞാൻ നോക്കാം. പക്ഷെ എന്നെ നോക്കാൻ ഒരാൾ വേണം. അത് വേണം, ഒരാൾ വേണം, ഒരാൾ വേണം. അത് നീ തന്നെ. ഞാനാ വീണ്ടും. പിന്നെ എടാ, ഒരു കാര്യം ചെയ്യ്. നീ പോയി വെള്ളം എടുത്തോണ്ടോ. ഓക്കെ, നീ പോയി നല്ലൊരു കള്ളം എടുത്തോണ്ടോടാ. പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യോ. മാമ, ഓക്കെ മക്കളെ. ഈ മെസ്സിന് ഒരു നല്ല കൈഡി. ഉഗ്രനായിട്ട് വരുന്നു കേട്ടോ, അല്ലേ മാമ? ശംഭു, സെൽവൻ, ശ്യാം, ഉഗ്രൻ സ്കിറ്റാണ്. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു പുതിയൊരു പ്ലോട്ട്. ഈ പറഞ്ഞ പോലെ അച്ഛനെ നോക്കാൻ നിൽക്കുന്ന ഒരു മകൻ, നോക്കാത്ത മൂത്ത മകൻ, ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്ന
മാമന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? കെണ്ടമാമൻ. കെണ്ടമാമൻ എന്ന് പറഞ്ഞ പേരല്ല. അല്ല വലിയ മുതിർന്ന മാമൻ എന്നുള്ള. ഓ ശരി, മുതിർന്ന മാമനെ പറയുന്ന പേരാണ് കെണ്ടമാമൻ. അപ്പൊ ഞാൻ ഓർത്ത് സാധാരണ ഈ സെൽവന്റെ സ്കിറ്റിനകത്തൊക്കെ എല്ലാവരുടെയും പേര് വളരെ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത പേരുകളായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തോ ഒരു പേരായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം ശംഭുവിൽ നിന്ന് തുടങ്ങി. ശംഭു വളരെ രസമായിട്ടുണ്ട്. ശംഭു ഉഗ്രനായിട്ടുണ്ട്. ശംഭുവിന് ഔട്ട്ഫിറ്റ് നന്നായിട്ടുണ്ട്. ശംഭുവിന് സാധാരണ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് നമ്മളിവിടെ കാണാറില്ല. ഭയങ്കര സന്തോഷം. എന്തെന്നറിയോ, ഇങ്ങനത്തെ വൃത്തിയുള്ള ഡ്രസ്സ് ആദ്യമാണ് കിട്ടുന്നത്. ആരെയും ചുരിദാറും. അതെ, നന്നായിട്ട് ചേരുന്നുണ്ട് ശംഭുവിന്. നല്ല രസമുണ്ട് ശംഭുവിനെ കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ശംഭു ജില്ലാ ജഡ്ജ് എന്നാണ് പറഞ്ഞത്. അതിന് പുറകെ പിന്നെ സെൽവം വന്നിട്ട് സുപ്രീം കോടതി ജഡ്ജാക്കിയത്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവത്തില്ല. ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് നമ്മുടെ കമൻസ് നോക്കുമ്പോൾ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ നിങ്ങൾ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോകുന്നതുകൊണ്ട് നമ്മൾ മിമിക്രിക്കാരായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി അത് കവറപ്പ് ചെയ്യുന്നതാണ് ഇന്ന ഡയലോഗ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഗംഭീരമായിട്ട് ചിരിക്കുന്നത്. അതൊരു പക്ഷേ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവത്തില്ല. പക്ഷേ അത് നന്നായിട്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ആ സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. പ്രത്യേകിച്ച് സെൽവനൊക്കെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പറയാണ്, നീ മറ്റേ സാധനം പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കോമഡി പറയാമായിരുന്നു. സാമ്പത്തികം പിന്നെ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആ കോമഡി പറയാൻ പറ്റില്ല. ജഡ്ജെന്നാക്കി മാറ്റുന്നോ ചോദിക്കുമ്പോഴാണ് ശംഭുവിന് കിട്ടുന്ന ദൈവമേ ജഡ്ജെന്നാണല്ലോ പറയുന്നത്. പിന്നെ അവിടെ നിന്നാണ് മറ്റേ പുഞ്ചിരി ആർട്സ് ക്ലബ്ബ് ഒരു ജഡ്ജാക്കാൻ പോലും വിളിക്കില്ല എന്നൊക്കെ. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ചില തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില സാധനം ഏക്കാതെ വന്നപ്പം പറഞ്ഞത് അതങ്ങനെ പോട്ടെ. ശ്യാമാണെന്നുണ്ടെങ്കിലും ശാമ്പിൻ്റെ ഉഗ്രൻ ആക്ടറാണ്. ശ്യാമിൻ്റെ ചില ഡയലോഗിന്റെ പ്രസന്റേഷനൊക്കെ ഉണ്ട്. ആ താമസം ഞാൻ ചിരിച്ചു മറിഞ്ഞു. പന്തളത്തെ താമസം എന്ന് പറഞ്ഞ സാധനം ഗംഭീരമായിരുന്നു. ഒരുപാട് ചിരിച്ചു. സെൽവൻ പിന്നെ പറയേണ്ട ആസ് യൂഷ്വൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട് സെൽവന്. ചിലപ്പം നമ്മൾ ആരത് പറഞ്ഞാലും ചിലപ്പം ആ ഒരു മോഡുലേഷനോ ആ ഒരു ചിരിയോ ഒന്നും ചിലപ്പോൾ കിട്ടില്ല. ചെറിയ സാധനമാണ്. പക്ഷെ അത് സെൽവൻ്റെ ഒരു മോഡുലേഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തോർത്ത് ചിരിച്ചു പോകും. അങ്ങനത്തെ തമാശകൾ ഇന്ന് കുറേ ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. അടിപൊളി സ്കിറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അടിപൊളി. ഓൾ ദി വെരി. ഞാൻ ആദ്യം കൈയടി തരുന്നത് 3 പേരും കൂടി ഒരു ഫുൾ അടിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും അത് ഏറ്റില്ല. ആരുടെ മുഖത്തും സ്കിറ്റ് തീരുന്നിടം വരെയും ഒരു പൂസോ ഒരു ഇതും കണ്ടില്ല. ഇടയ്ക്ക് മാമന് വന്നായിരുന്നു ആ സാധനമൊക്കെ. അല്ല, അത് മാമന്റെ ഏതാണ് ഉള്ളിലാണത്. അങ്ങനെയാണ് കുറെ ആൾക്കാര് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. എല്ലാരും മാറി കഴിയുമ്പോൾ തുള്ളലുണ്ട്. അല്ലെ പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള തുള്ളലേ ഉള്ളൂ. പക്ഷെ നിൽക്കുമ്പോൾ സ്റ്റാൻഡേർഡ് തന്നെയാണ്. പിന്നെ സ്കിറ്റ് എൻ്റെ സെൽവ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആസ്വദിച്ച് നമ്മളൊരു സാധനം ചിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഷാജോൻ പറഞ്ഞ പോലെ ചില ആൾക്കാർ നമുക്ക് വേദിയിലേക്ക് കയറുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിരി പൊട്ടി വീഴും. അത് നിങ്ങൾ അതിൻ്റെ മേളിൽ ഇങ്ങോട്ട് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. ഗംഭീരമായിരുന്നു 3 പേരും. ഇപ്പം ഷാജോൻ ഏകദേശം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. ഇഷ്ടംപോലെ ചിരിക്കാനുണ്ടായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് 3 പേര്. ശംഭു, ശ്യാമ, സെൽവ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, 3 പേർക്കും വീതം വെച്ചുള്ളൊരു പരിപാടിയുണ്ട്. അത് ഇന്ന ആൾ ചെയ്ത ഓരോ പ്ലോട്ടുകളും ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുത്തു. ആ വീതം വെച്ച് കൊടുത്ത പരിപാടി ഗംഭീരമായിരുന്നു. ഞാൻ ആദ്യം കൈയ്യടി തരുന്നത് ഉഗ്രൻ കണ്ടൻറ്റാണ് കേട്ടോ. നിങ്ങൾ ഈ തിരഞ്ഞെടുക്കുന്ന കണ്ടൻറ്റുകളെല്ലാം അതിമനോഹരമാണ്. കാരണം അതിലേക്ക് വന്ന് ഇതുവരെ നമ്മളിങ്ങനെ കാണാത്തൊരു പ്ലോട്ടാണ്. ആദ്യം പറഞ്ഞ പോലെ ശംഭു വളരെ ഡീസൻ്റായിട്ട് വന്നിട്ട് മറ്റേ അച്ഛനെ നോക്കുന്ന കാര്യങ്ങൾ, സുപ്രീം കോർട്ട് ജഡ്ജാണ് അവിടെ കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു. മൂത്തയാൾ വന്നു, ശ്യാം വന്നു. ശ്യാം വന്ന ആ പന്തളം പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് വന്നു. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സെൽവൻ വന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് ടൈമിംഗ് ഉണ്ട്. കൗണ്ടർ ചിലപ്പോൾ അവിടെ ആയിരിക്കും, പക്ഷേ അവിടുന്ന് നിങ്ങൾ നീട്ടി കളിക്കുന്നുള്ളതാണ്. കാരണം ഈ മക്കളെ ഉപദേശിക്കുന്നത് വെള്ളം ഒടിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ പോയി കഴിഞ്ഞിട്ടാണ് പാലോ കാരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിന് മുമ്പ് നമ്മൾ ആ കൗണ്ടർ അടി തിരിച്ചടിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയല്ല, അവിടത്തെ അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഒരു ചിരി. മാമൻ പോക്കറ്റിൽ ഗ്ലാസ് ഇട്ട് നടക്കുക അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു വരുന്നു. പിന്നെ നിങ്ങൾ ഏറ്റവും രസം ഈ കുടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്കിറ്റ് വേണം പെട്ടെന്ന് അടിച്ചു പെട്ടെന്ന് ഫിറ്റ് ആകും. ഇതല്ല, വളരെ സ്മൂത്തായിട്ട് അത് നടക്കുന്നുണ്ട്. പരിപാടികൾ നടക്കുന്നു. അതിനൊക്കെ ഒരു ടൈം. ശ്യാമ ബാക്കിയുള്ളവർ അവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ശ്യാമ അവിടുന്ന് അനങ്ങിയിട്ടില്ല, നിന്നടിയായിരുന്നു. ഏറ്റവും കൂടുതൽ അടിച്ചത് ശ്യാമാന്ന് തോന്നുന്നു. അല്ല, അതൊക്കെ രസമുണ്ടായിട്ട് എല്ലാം നല്ല കൃത്യമായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചു. നിങ്ങളുടെ പുതുമ കണ്ടെത്തലാണ് നിങ്ങളുടെ ഏറ്റവും അധികം വിജയം കേട്ടോ. നല്ല രസമുള്ള ഒരുപാട് സ്കിറ്റുകൾ ഇനി കാണട്ടെ. ഓൾ ദി ബെസ്റ്റ്. ടീം മെസ്സിന്റെ മാർക്ക് നസീർക്ക എത്ര കൊടുക്ക? ഞാൻ കുറയ്ക്കുന്നില്ല, ഒരു 20,000 രൂപ കൊടുത്തു. ഓ, നസീർക്ക കുറച്ച് 20,000 രൂപ. പ്രജോ
എന്നാ ഞാനും കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 20 രൂപ കൊടുത്തു. ഓ 40,000 രൂപ ഷാജൻ ചേട്ടാ. എനിക്ക് കൊടുക്കാനൊന്നും ഇല്ല ആക്ച്വലി. എന്നാലും നോക്കട്ടെ. അപ്പൊ എന്റെ ഇത് വെക്കാനുള്ളതാണ് വരുന്നോട് ടോട്ടൽ എമൗണ്ട്. ടീം എസിന്റെ അടുത്ത സിൽവർ പഞ്ച് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയാണ്. അടുത്ത സിൽവർ പഞ്ച്. അടിപൊളി. ഒരു പഞ്ച് കൊതിയന്മാരായിട്ടുണ്ട് ഇവരല്ലേ? അല്ല സെൽവ, നിങ്ങളെ 3 പേരുടെ കൂട്ടുകെട്ടിൽ ഇത് എത്രാമത്തെ സിൽവർ പഞ്ചാണ്? നാലാമത്തെ. പിന്നെ ഒരു ഗോൾഡൻ ഇല്ലേ? സെൽവന്റെ എത്രാമത്തെയാണ്? നമ്മള് 5-6 എണ്ണം ആയിരുന്നു തോന്നുന്നു. അടിപൊളി അടിപൊളി. എന്തായാലും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഗുണങ്ങൾ അതെ. കാണുന്നു കേട്ടോ. തീർച്ചയായിട്ടും. സ്കിറ്റി പറഞ്ഞ പോലെ പഞ്ച് കൊതിയന്മാർക്ക് ഒരു നല്ല കൈഡി. അടിപൊളി. ശംഭു നിനക്കെന്താ പറയാനുള്ളത്? നിനക്ക് എന്തേലും പറയാൻ കാണുമല്ലോ. നീയാണ് സാധാരണ ഗോൾഡൻ പഞ്ച് കൊതിയൻ. അതുകൊണ്ടല്ല, ഞാൻ തുടർച്ചയായി അവരോട് നിന്നിട്ട് ഇടയ്ക്ക് ഞാൻ അങ്ങ് പോയി. അപ്പൊ ഒരു മിനിമത്തിൽ കിടക്കായിരുന്നു. അപ്പൊ ഞാൻ പോയ സമയത്ത് വരുന്ന ലോഡും സ്ലൂ പഞ്ചും ഗോൾഡൻ പഞ്ചും കടിച്ച് കയറിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ വന്നൊരു സ്കിറ്റ് ഡള്ളായി. അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അവർ നല്ലോണം കളിച്ചോണ്ടിരുന്നിട്ട് ഞാൻ വന്നിട്ട് വീണ്ടും തന്നു പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ 2-3 ഷെഡ്യൂളായിട്ടാ സന്തോഷം. ഓക്കെ, അപ്പോ ഇതേപോലുള്ള ഉഷാർ ഐറ്റങ്ങൾ ആയിട്ട് വരൂ അടുത്ത സിൽവർ പഞ്ചിനും ഗോൾഡൻ പഞ്ചിനും വേണ്ടിയിട്ട്. ഓക്കെ മാമ, ശരി. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ വലിയ ഐറ്റങ്ങളാണ് വരാൻ. മനസ്സിലായി. കാഴ്ചയിൽ ഇത്രയുണ്ടെങ്കിലും പക്ഷെ കയ്യിൽ നിന്ന് വരുന്ന സ്കിറ്റും കയ്യിൽ നിന്ന് വരുന്ന പെർഫോമൻസും നമ്മുടെ ഇവിടുത്തെ വലിയ തലമൂത്ത ആർട്ടിസ്റ്റുകളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ. അതെ, നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ കൊണ്ടുവന്ന 3 കിടിലൻ ആർട്ടിസ്റ്റുകൾ ഒരു ടീമായിട്ട് വരുവാണ്. വിളിച്ചോ. ലെറ്റ്സ് വെൽക്കം സൈന്ധവ്, ദേവി ലക്ഷ്മി ആൻഡ് അനന്യ. പഞ്ചാര പാലട പ്രഥമൻ തുഷനില തന്നിൽ വിളമ്പുമ്പോഴൊഴുകിടാതെ 50 പാക്കറ്റ് അല്ലേ? നിങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ആ ഡ്രൈവർ മണി അങ്ങോട്ട് വരട്ടെ, ഞാൻ അവനെ കൊടുത്തു വിടാം. ആ ശരി. ഇവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങി, ഒരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങി. നല്ല രുചി ഫുഡ്സ്. ഇവര് തുടങ്ങിയപ്പോ എന്റെ അടുത്തൊന്നും പറയല്ലേ, ചേച്ചി ഞങ്ങളങ്ങ് മറിച്ചു തരാന്ന്. ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടാണ് ഞാൻ എല്ലാത്തിനും. അതിനുശേഷം ഞാൻ ഒരുത്തിയോളെ ഇവിടെ കണ്ടിട്ടില്ലേ. ഇവിടെ ഇത്രേ പണി കിടപ്പുണ്ട്. ഒരുത്തിയോള് പോലും വന്നാ നിങ്ങളൊന്ന് നോക്കണേ. ആ സുമതി ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ആടി സുമതി, നീ എന്ത് ഇങ്ങോട്ട് വരണില്ലേ? എന്റെ ഭർത്താവ് ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്തിനാണ് അവൻ ചെറിയ പ്രശ്നത്തിനൊക്കെ ആഹാരത്തിൽ വിഷം കലർത്തി കഴിക്കണത്? അയ്യോ, അങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്തേയില്ല. പിന്നെ ഇന്നലെ അവിടെ വന്ന പലഹാരങ്ങൾ ഞാൻ എടുത്തോണ്ട് പോയായിരുന്നു. അത് കഴിച്ച് ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാല് എന്തേലും പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നേ. അത്ര നേരമൊക്കെ ഇരിക്കോ? ശരിയടി. പിന്നെ അവന്റെ ഫ്ലെക്സ് അടിക്കണമെങ്കിൽ നീ എന്നെ വിളിച്ച് പറഞ്ഞാ മതിയേ. അല്ല, ആ ബില്ല് അടയ്ക്കണമെങ്കിൽ കാശ് വേണമല്ലോ, അത് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാ. നീ വെച്ചോ. ഇന്നും ഒരു കേള് വരും എനിക്ക് തോന്നണില്ല. നീ ആരടി? ബാഹുബലിയിലെ ശിവകാമിയ. എന്തരടി കയ്യിലിരിക്കണത്? ഉണ്ണിയപ്പം കുത്തി. ഉണ്ണിയപ്പം വല്ല മരത്തിന്റെ മുകളിലോടെ ഇരിക്കണ ഇത് വെച്ച് കുത്തിയിടാൻ. അല്ല, ചെറുത് തിളക്കാലേ, തിളച്ചോണ്ട കൈ വീഴും. അപ്പൊ എന്റെ ഗ്ലാമർ പോവൂലേ. താണ്ടടാ ഉണ്ണിയപ്പം കുത്താൻ തോട്ടയും എടുത്തോണ്ട് വന്നേക്കണ്. ഈ ഒരു കാര്യം ചെയ്യും, ഇതുകൊണ്ട് നേരെ ഒളിമ്പിക്സിലോട്ട് ഇട്ടോ. നമുക്ക് ഹൈ ജമ്പ് ചാടാം. അതാകുമ്പോ ഇന്ത്യക്ക് ഒരു സ്വർണവും കൂടി കിട്ടുമല്ലോ. സൂക്ഷിച്ച് വെക്കവിടെ. ചേച്ചി കൂടുതലൊന്നും പറയണ്ട. എത്ര ദിവസം കൊണ്ട് ഞാൻ പറയണ എന്നെ ഇവിടുത്തെ അംബാസിഡർ ആക്കണോന്ന്. എന്റെ ഫോട്ടോ വെച്ചാ ഈ പലഹാരങ്ങളൊക്കെ പുട്ടുപോലെ പോവും. നീയൊക്കെയാണ് ഇത് ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ പോലും മേടിക്കാൻ ആരുമില്ല. അന്നേരം നിന്റെ ഒക്കെ ഫ്ലക്സും കൂടെ അങ്ങ് വച്ചാൽ മതി. അല്ലടി, നീ എന്ത് വരെ എത്രയും താമസിച്ച്? അതല്ല, ചേച്ചിയുടെ മോളുടെ വയറ് കാണൽ ചടങ്ങായിരുന്നു. അതുകൊണ്ട് ആ ജംഗ്ഷനിൽ ഒരു കട വരെ പോയിരുന്നു. നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയേ? 7 കൂട്ടം പലഹാരങ്ങൾ മേടിക്കണ്ടേ? അപ്പൊ ഇവിടെ എന്തിനാടി പടക്ക കച്ചവടമാണോ നടക്കുന്നത്? ടേസ്റ്റ് കൂടുതൽ തന്നെ. പിന്നെ ചേച്ചി, നമ്മളെ കടയിൽ ഞാൻ പുതിയൊരു റെസിപ്പി
റെസിപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് റെസിപ്പി അടി? ഉള്ളിവട, നെയ്യപ്പം, ഇത് രണ്ടും കൂടി ചേർത്തൊരു കിടില റെസിപ്പിയാണ്. എന്തോന്ന് എന്റെ പേര്? ഉള്ളിയപ്പം. അതാദ്യം ചേച്ചി തന്നെ തിന്നു നോക്കണം. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ കേക്കണം. ഇവളുമാരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഈ പുതിയ പുതിയ ഐറ്റങ്ങളുണ്ടല്ലേ, ഇതൊക്കെ തിന്നാണ് 55 കിലോ ഉള്ള ഞാൻ ഇപ്പൊ 85 കിലോ ആയത്. മറ്റന്നാ എന്റെ വീട്ടിലെ കട്ടളവപ്പാണ്. ഇവളുമാരുണ്ടാക്കുന്ന ടെസ്റ്റ് ചെയ്തേ ഞാൻ എന്റെ വീട്ടിലെ 3ാമത്തെ കട്ടളയാണ് മാറ്റണത്. അറിയാമോ? അപ്പൊ വീട് വെച്ചില്ലേ? എങ്ങനെ വെക്കും? ആദ്യം കട്ടള മാറ്റി തീരണ്ടേ, എന്നാലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലടി, നിന്റെ ഭർത്താവ് ചെതല് മണി എവിടെ? അങ്ങേരിപ്പം വരും. രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് നിങ്ങൾ പണിയെ പോ. എന്റെ ഭഗവാനെ, ഇവിടെ മറ്റതൊന്നും പറയാവോ? ഒന്നുമില്ല. ചേച്ചി അതാ വരുണ്. നീ എന്തരാടാ വരെ എത്ര ലേറ്റ് ആയേ? അത് ചേച്ചി ഞാൻ ലോഡ് എടുക്കാൻ വേണ്ടി പോയതാ. ഓഹോ, അപ്പൊ നീ നമ്മുടെ വണ്ടി വെച്ചോണ്ട് വേറെ ആൾക്കാർക്ക് ലോഡ് എടുക്കാൻ പോവല്ലേടാ? കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കൊണ്ട് സാധനം അതൊന്നും അവിടെ വിറ്റുപോയില്ല, അതുകൊണ്ട് അവര് തിരിച്ചുകൊണ്ട് തന്നതാ. എടി, നീ 4 മൈസൂർ പാക്കിങ് എടുത്തേ. രാവിലെ ഒട്ടൊന്നും കഴിച്ചില്ല, വല്ലാത്ത വിശപ്പ്. കണ്ടാടി, നീയല്ലേ പറഞ്ഞു ഇവിടത്തെ ഫുഡിനൊന്നും ഒരു രുചിയും ഇല്ലെന്ന്. നിന്റെ കെട്ടി എവിടെ വന്നു കഴിഞ്ഞാ ആദ്യം തിന്നാൻ ചോദിക്കുന്ന നമ്മുടെ ഈ കൈകൾ കൊണ്ടുണ്ടാക്കിയ മൈസൂർ പാക്കാണ്. ആര് തിന്നാൻ ചോദിച്ചു? അല്ലേ എന്റെ പൊന്നോ, വണ്ടി ആ കേറ്റത്ത് കിടക്കുന്ന അതിനാണ് ചോദിച്ചതാ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വല്ല ചായക്കടയിൽ പോയിട്ട് വല്ല ചായ വല്ലതും മേടിച്ചു. എന്റെ ചേച്ചി, ഇവിടുത്തെ മനുഷ്യന്മാര് തിന്നുവോ? എന്റെ ചേട്ടാ, പച്ചുടുപ്പെട്ട ചേട്ടാ പേരറിയത്തില്ല. ഇവിടുത്തെ കാര്യം നല്ല ഏതാണ്ട് മെറ്റിലൊക്കെ പെറുക്കി തിന്നുന്നേ എനിക്ക് തോന്നുന്നത്. നീ എന്താണ് അവരെ ഇത്രയും താമസിച്ചേ? അത് ചേച്ചി, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല ചേച്ചി. എത്രടാ നീ ഉറങ്ങാത്തെ? അതെ, ഞാൻ ഇന്നലെ ലോഡൊക്കെ എടുത്ത് ഭയങ്കര ഉറക്കമായിരുന്നു. നമ്മൾ ക്ഷീണിച്ചു വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. അവളുണ്ടല്ലോ, ഒരു 12 മണിയായപ്പം എവളെ ഉറക്കത്തി എന്റെ അടുത്ത് വന്ന് കിടന്നിട്ട് എന്റെ വാ വലിച്ചു കീറി എവളെ ചൂണ്ടുവരലുകൊണ്ട് എന്നെ അണ്ണാക്കിയിട്ട് 2 കറക്ക്. അത് പിന്നെ ചേച്ചി, ഞാൻ വിചാരിച്ചേ മിൽക്ക് മേഡിന്റെ പാട്ടയായിരിക്കുമെന്ന്. ആദ്യം അവള് വെട്ടിയേക്കാന്ന് വിചാരിക്കാന്, അല്ലേ അവള് എന്നെ കൂടെ വെട്ടിയടിച്ച് കയറ്റിയാനെ. പിന്നെ ചേച്ചി, ഇവിടെ നിന്ന് എടുക്കണ പൈസ എനിക്ക് വീട്ടിൽ ഒരു ചെലവിനും തരുന്നില്ല. അത് മോശമാണ് മണിയാ. നീ കുറച്ച് പൈസ അവർക്ക് വീട്ടിലെ ചെലവിന് കൊടുക്കണം. എന്റെ ചേച്ചി, അവൾ അച്ഛൻ കാരണമാണ് ഞാൻ കൊടുക്കാത്തത്. ഒറ്റ വെടിക്ക് 2 പക്ഷികളെ എന്റെ തലയിൽ കൊണ്ടിട്ട് അറിയാവൂ. എന്നെ കെട്ടിയോണ്ടല്ലേ എന്റെ അച്ഛൻ പൊന്നുപോലെ കൊണ്ടുനടന്ന പെട്ടിയാട്ടാ നിങ്ങൾക്ക് തന്നത്. പിന്നെ ചേച്ചിക്ക് അറിയാമോ, അവൻ നമ്മളെ വീട്ടിലെ ഇളയ മോനാണ്. നമ്മളവനൊരു പേര് ഇട്ടിട്ടുണ്ട്. എന്താന്ന്? അലണ്ണ വണ്ടിക്ക് പേരിടണ്ട, കാലണ്ണ വണ്ടിക്ക് പേരുണ്ട്. ആ വണ്ടി എത്ര പേര് ഇടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഈ വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയും, തോണ്ടാ കാലം പോന്ന് ജീവൻ വേണം രക്ഷപ്പെട്ടോന്ന്. ഇടത്തോട്ട് പിടിച്ചാ വലത്തോട്ടും, വലത്തോട്ട് പിടിച്ചാ ഇടത്തോട്ടും. ഇങ്ങനെ ഒരു വണ്ടി ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ എന്റെ ചേച്ചി? പിന്നെ എന്റെ അച്ഛൻ ഉണ്ടല്ലോ, അവനെ കുഞ്ഞു വാവയെ പോലെയാണ് നോക്കണത്. ഭയങ്കര സ്നേഹമാണ്. എവള് പറഞ്ഞ അലങ്കുഞ്ഞില്ലേ, അതിനെ വിളി പാമ്പേസ് ഇട്ടിച്ച് ഇരുത്തിയിട്ടുണ്ട്. പാമ്പേസ് ഇട്ടാ എന്റെ ചേച്ചി ഓയിൽ ലീക്കെന്ന്. അതിനെവിടൊക്കെ കൂടെ ഓയിൽ പോകുന്നെന്ന് പോലും പറയാൻ പറ്റത്തില്ല. പിന്നെ ചേച്ചി, ഇങ്ങനെ ചെലവിന് പൈസ പോലും തരത്തില്ല. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ചെലവിന് കൊടുക്കണത്. ലോൺ അടയ്ക്കണം, ചിട്ടിക്ക് കൊടുക്കണം, 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. പിന്നെ ചേച്ചി, പിള്ളേര് പട്ടിണി അടക്കട്ടെന്ന് വിചാരിച്ച് ചേച്ചി അറിയാതെ ഇവിടെ അച്ചപ്പം എടുത്തോണ്ട് പോവാറുണ്ട്. ഇന്നലെ പിള്ളേര് കരഞ്ഞോണ്ട് വന്ന് ചോദിക്കുക, എങ്ങനെയാ അമ്മേ 3 നേരം അച്ചപ്പം കഴിക്കുന്നേന്ന്. അത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ വയ്യ. 3 നേരം എനിക്ക് അച്ചപ്പം കഴിക്കാനോടി, പിന്നെന്താടി പിള്ളേർക്ക് അച്ചപ്പം കഴിക്കാം? ഇതേ മോഷ്ടിച്ചിട്ട് അതിനെ ന്യായീകരിച്ച് സെന്റ് അടിക്കല്ലേ, കേട്ടല്ലേ? ഇനി മേലെ ഇതുപോലെ വല്ലതും ആവർത്തിച്ച് കഴിഞ്ഞാ നിന്റെ ഈ മാസത്തെ പകുതി ശമ്പളം കട്ടു. ആഹാ ചേച്ചി, നിങ്ങൾ പുതിയ ഡിഷ് ഉണ്ടാക്കി നമ്മളോട് പറഞ്ഞില്ലല്ലോ. എവിടെയാണോ ഞാൻ പുതിയ ഡിഷ് ഉണ്ടാക്കിയേ? അതിന്റെ അകത്ത് കിടക്കുന്ന കാടൻ ഫ്രൈ. അത് കാടൻ ഫ്രൈ അല്ല, നിന്റെ പെണ്ണുമ്പള്ള ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷേപ്പില്ലാത്ത നെയ്യപ്പമാണ്. പിന്നെ ചേച്ചി, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെളി രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്താലാ? ഈ പഞ്ചായത്തിലുള്ളവരെ ഇവിടത്തെ സാധനം ഒന്നും കഴിക്കണില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്ത് നോക്കിയായിരുന്നു. ആകെപ്പാടെ ഇവിടെ നിന്ന് 3 പാക്കറ്റ് ഉണ്ണിയപ്പേ പോയിട്ടുള്ളൂ. അതും എന്റെ വീട്ടിൽ വെച്ച് നടന്ന കുടുംബശ്രീ മീറ്റിങ്ങിന് ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോഴാണ് നിന്റെ എക്സ്പോർട്ട് ഹലോ, എന്താടാ പറ? ശരിക്കും സത്യം ആണോ? ശരിയെന്നാ ചേച്ചി, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താടാ, വല്ല ഓർഡറും കിട്ടിയാ? ഓർഡർ ഒന്നും അല്ല, പിന്നെ ഒരു പഞ്ചായത്ത് മൊത്തം മാലയും ബൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്തിനടോ? നമ്മള് കാരണം ഒരുത്തന്റെ ജീവന്റെ
അതായത് നമ്മുടെ ആലുമുട്ടിലെ ബിജു ഇല്ലേ? ആ ബീജു. അവനെ പാമ്പ് കുത്തിയെന്ന്. അയ്യോ. അപ്പൊ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ കഴിച്ചു, പാമ്പ് കുത്തിയതിന് മുമ്പ് താങ്കൾ എന്താണ് കഴിച്ചത്? ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പലഹാരം വന്നു. ഡോക്ടർ എടുത്ത വായ പറഞ്ഞു. അപ്പൊ പാമ്പ് കൊത്തുന്നതിനെക്കാട്ടിയും വലിയ വിഷം നേരത്തെ അകത്തോട്ട് പോയിട്ട് പാമ്പിന്റെ വിഷം അവിടെ ഒന്നും വല്ലാണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ആദരിക്കാൻ എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം. ഇനി നിങ്ങൾ ഈ കളറെല്ലാം കൂടെ ആവശ്യമില്ലാതെ ഇങ്ങനെ മിക്സിയിൽ അടിക്കത്തില്ലേ, ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അതൊക്കെ നിർത്തിയിട്ട് നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുക. അതാകുമ്പം നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിനും നിങ്ങളുടെ ഈ കമ്പനിയുടെ ഈ പേരും അതിന് ഉചിതമായിരിക്കും. എന്താണ്? നല്ല രുചി ഫുഡ്സ്. നല്ല രുചി പലഹാരങ്ങൾക്ക് ഒരു നല്ല കൈയടി. നസീർക്ക. ഓ, 3 നല്ല ഇരുത്തം വന്ന കലാകാരനും കലാകാരികളും ആയി കേട്ടോ. ഞാൻ സൈന്ധവനോട് രാവിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നീ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആരെയും നോക്കരുത്, നിന്റെ കോൺസെൻട്രേഷൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അവൻ കറക്റ്റ് അതൊന്നും നോക്കിയിട്ടേ ഇല്ല, അവിടെ മാത്രം നോക്കി. നല്ല കോൺസെപ്റ്റ്, നല്ല കണ്ടന്റ്, നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അടിപൊളിയായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ ആയിരുന്നു, അടിപൊളി. 3 പേരും എനിക്ക് ആദ്യം കൈയ്യടി തരണം. മേക്കപ്പിന് നല്ലൊരു കൈയ്യടി തരണം കേട്ടോ, അടിപൊളിയായിട്ട്. കാര്യം നിങ്ങളെ 3 പേരെയും നല്ല രസമായിട്ട് മേക്കപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ആ ക്യാരക്ടറിന് അനുയോജ്യമായിട്ടുള്ള മേക്കപ്പ് ചെയ്തു. കോസ്റ്റ്യൂംസ് എല്ലാം നന്നായിരുന്നു, കൗണ്ടറുകളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഐറ്റം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇങ്ങനെയുള്ള ഒരു സാധനം തുടങ്ങിയിട്ട് അവിടേക്ക് പണിക്കാരെ വെച്ചിട്ട് അതിനുവേണ്ടി ശ്വാസം വലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ദേവലക്ഷ്മി ചെയ്തു. അവിടേക്ക് പിന്നെ അനന്യ വരുന്നു. അനന്യ വരുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ കൊള്ളായിരുന്നു. അനന്യയുടെ ബാഹുബലിയായിട്ട് വരുന്നൊരു സാധനം. എല്ലാം കൗണ്ടറുകളൊക്കെ നല്ല. സൈന്ധവേ, നീ നല്ല രസമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ആയിട്ട്. പച്ച ഷർട്ട് അറിയില്ല. കാര്യം നിങ്ങൾ നിറഞ്ഞാടുക എന്ന് പറയും. അതായത് നമ്മളൊരു സ്കിറ്റ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്കിറ്റിന് ടെൻഷനൊക്കെ മാറിയിട്ട് നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് തുടങ്ങിയെന്നുള്ളതാണ് അല്ലേ? കാര്യം ഒരു ഡയലോഗ് പോലും ഇപ്പം നിങ്ങൾ കളിക്കുന്നതിൽ വിട്ടുപോകുന്നില്ല, മാറിപ്പോകുന്നില്ല, പരസ്പരം ടെൻഷനില്ല. അപ്പം നിങ്ങൾ നസീർക്ക പറഞ്ഞ പോലെ 3 പേരും പയറ്റി തെളിഞ്ഞ നല്ല ആർട്ടിസ്റ്റുകളായി മാറി കേട്ടോ. 3 പേർക്ക് വളരെ അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. രാജൻ ചേട്ടാ, നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഫസ്റ്റ് നമുക്ക് ദേവിയും തന്നെ തുടങ്ങാം. മോളെ, മനോഹരമായിരുന്നു. കാരണം നമ്മളൊരു സ്കിറ്റ് തുടക്കത്തിൽ ഇതെന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് കൈയടക്കത്തോടുകൂടി മനോഹരമായി ചെയ്യുക, അതും ആ ടൈമിങ്ങിൽ കൃത്യമായിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളോട് പറയുന്നു, അതുപോലെ നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നു. അതൊന്നൊരു ചെറിയ കാര്യമല്ല മോളെ. ഈ പ്രായത്തിൽ മോളത് ചെയ്യാന്ന് പറയുന്നത് അടിപൊളിയായി, ദൈവാനുഗ്രഹമാണ്, ഗംഭീരമായിരുന്നു കേട്ടോ. തൊട്ട് പുറകെ അനന്യക്കുട്ടി വരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, അടിപൊളിയായിരുന്നു. ദൈവമോളെ, അവിടെ നിന്ന് ഒരാൾ ഫോൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിലൊക്കെ വരുമ്പം മോളുടെ അറിവിലേക്ക് വേണ്ടി പറയായിരുന്നു. ഇപ്പം നസീർക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം സൈന്ധവ് നമ്മളെ നോക്കിയില്ല എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഒരു ഇൻഫർമേഷൻ തന്നു മാത്രം കേട്ടോ. അങ്ങോട്ട് നോക്കരുത്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളങ്ങ് വെച്ചലക്കി അങ്ങ് പൊക്കോണം കേട്ടോ. നന്നായിരുന്നു. സൈന്ധവേ ചക്കരെ, പൊളിയാണ്, അടിപൊളിയാണ്. എല്ലാ സമയത്തും ഒരുപോലെയാണ്. ഇന്നും നന്നായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു, അതുപോലെയായിട്ട് നമ്മളുമായിട്ട് സംസാരിച്ചു. എല്ലാം കൊണ്ടും ഭംഗിയായിരുന്നു. 3 പേരുടെയും തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനന്യമോളെ, വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ മറന്നുപോയി. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? വെങ്ങാനൂർ. ഓക്കെ, വീട്ടുകാരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ അല്ലേ? ഒരു ദിവസം അവരെയൊക്കെ കൊണ്ടുവരണം കേട്ടോ. നമ്മൾ സൈന്ധവിൻ്റെ ഫാമിലിയെ കണ്ടു, ദേവിമോളുടെ ഫാമിലിയെ കണ്ടു, അനന്യയുടെ ഫാമിലി ഒരു ദിവസം കൊണ്ടുവരണം ഇവിടെ. ഓക്കെ, ദേവിമോളെ ശ്രദ്ധിച്ചായിരുന്നോടാ? എന്താ ശകല അഹങ്കാരം അവിടെ മുഖത്ത് കിടന്ന് കളിക്കും. അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു. താങ്ക് യു എന്ന് പറഞ്ഞപ്പോഴേ, സാധാരണ നമ്മളൊക്കെ താങ്ക് യു എന്ന് പറയുമ്പോൾ ഇങ്ങനല്ലേ, ഇതൊന്നുമല്ല. അല്ല, എനിക്ക് ചാറായില്ലേ? നമ്മളിവിടെ വന്ന ദേവി ലക്ഷ്മി അല്ലല്ലോ ഇപ്പോ. കടയുടെ ഓണർ ആയത് കൊണ്ടാണോ അങ്ങനെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണോ അറിയത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്താണ് അതിന് മറുപടി പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേപ്പല് വീഴും. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ കുനിയാൻ പറ്റും. പിന്നെ മറ്റേന് എന്താ പറഞ്ഞ ഇത് കുത്തിയിടുന്നതിന് അതിനെന്താ പറഞ്ഞ തോട്ടാന്നാണോ? തോട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. തോട്ടിയാണ് കേട്ടോ. നമ്മള് തോട്ടാന്നാണ് പറയുന്നത്. എനിക്കൊരു കാര്യം പറയാം. അന്ന് ഞാൻ പ്രൊഫൈൽ എടുത്തില്ലേ, ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർക്കല്ലേ ഹായ് പറയാൻ പറഞ്ഞു. ഞങ്ങളുടെ എച്ച് എം ടീച്ചർ സൂസൻ ടീച്ചർ, പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആശ ടീച്ചർ, പിന്നെ ഞങ്ങളുടെ സാറുണ്ട് ഹിന്ദി പഠിപ്പിക്കുന്നത്
വിഷ്ണു സാർ. ഞങ്ങൾ ഇന്ന് ഹായ് പറയാം അവർക്ക്. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് തരണം. പറ്റുമോ? തരുവാണെങ്കിൽ ഞങ്ങൾ പറയാം. സൈന്ധവന് മറുപടിയല്ലേ നോക്കി നിൽക്കുക. ദേവി തലയാട്ടി, അനന്യൻ തലയാട്ടി. എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് ഡീൽ ഉറപ്പിക്കുക. ഒരു ആൾക്കൊന്ന് എത്ര രൂപ വെച്ച് കൊടുക്കും? 3 പേരും വിഷസ് പറയുന്നുണ്ട്. അപ്പൊ പഴയവല്ല, വിഷസിനൊക്കെ നല്ല പൈസ. അപ്പൊ എത്ര രൂപ വെച്ച് കൊടുക്കും? 1000 വെച്ച് 3000. 1000 കുഴപ്പമില്ല. പിള്ളേരായതുകൊണ്ടല്ലേ ജീവിച്ചാൻ ഉൾപ്പെടെ 4000 രൂപ. എന്റെ വേണ്ട അവൻ. നിങ്ങളുടെ 3 മതി. അപ്പം സൈന്ധവിന്റെ സ്കൂളിലെ HM ടീച്ചറിനും സൂസൻ ടീച്ചർ അല്ലേ? സൂസൻ ടീച്ചറിനും ആശ ടീച്ചർ, പിന്നെ വിഷ്ണു സാറിന്, പിന്നെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ടീച്ചേഴ്സിനും, അവിടെയുള്ള സൈന്ധവിന്റെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു വലിയ ഹായ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. കാര്യം ആകെ കുറച്ച് പൈസ ഉള്ളൂ. ഇപ്പൊ തന്നെ 3000 പോയി. അവൾ ഇനി മുമ്പോട്ട് ചലിക്കൂല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്കിറ്റിന് മാർക്സ് പ്രചോദേട്ടാ എത്ര രൂപ? എത്ര ഞാനൊരു 10000 രൂപ. ഓ, 10000 രൂപ. ചേട്ടാ ഞാനൊരു 10000 രൂപ കൂടെ കൊടുക്കും. അപ്പൊ ടോട്ടൽ 20000 രൂപ ആയിട്ടുണ്ട്. അപ്പം കണക്കിന് മൊത്തം 17000 രൂപ കിട്ടുള്ളൂ. നസീർക്ക ടോട്ടൽ എമൗണ്ട് കേട്ടാ. അല്ല 3000 ഇവിടെ പോടാ. 3000 ഇവിടെ പോയടാ. അപ്പൊ ടോട്ടൽ എമൗണ്ട് നസീർ. ബാക്കി ഞാൻ തേട്ടെ. ടോട്ടൽ എമൗണ്ട് 1000 രൂപ. 3000 പോയിട്ട് 37000 കിട്ടും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഉഗ്ര സ്കിറ്റുമായിട്ട് അടുത്ത പ്രാവശ്യം വരണം. ഓക്കെ ഓക്കെ, ബൈ. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ദൈവമേ, 10-12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഭർത്താവെന്ന് പറഞ്ഞ ഒരു കോന്തൻ എന്നെ ഇട്ടങ്ങ് പോയി. ഇപ്പൊ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കിടന്ന് പെടാപ്പാട് പെടുക. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ കയ്യും കാലും പിടിച്ച് ഒരു വീടിനുള്ള അനുവാദം കിട്ടി. 3 സെന്റ് സ്ഥലവും കിട്ടി. ഇന്ന് എന്റെ കല്ലടിയില്ല, ആരും ഇല്ല കൂടെ ഒന്ന് നിൽക്കാനും ഒന്നും. ആഹാ, അമ്മാവൻ വന്നോ? അപ്പൊ വരണ്ടേ? എന്നാ ഞാൻ പോയേക്കാം. അയ്യോ, അമ്മാവൻ പോവില്ലേ? ഞാൻ സന്തോഷം കൊണ്ട് ചോദിച്ചല്ലേ അമ്മാവൻ വന്നോന്ന്. അതാണ് എന്റെ അമ്മാവൻ അറിയാലോ, എനിക്കാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ല. ചോദിക്കാൻ ഞാനുണ്ട്, നീ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ കേട്ട്. അതിനിപ്പോ വേറെ ആൾക്കാരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അമ്മാവ ആറ്റ് നോറ്റിരുന്ന ഒരു വീട് കിട്ടിയതാ എനിക്ക്. എന്റെ മക്കളെ, നീ എന്ത് പറയാൻ? ആറ്റ് നോക്കിയിരുന്ന എങ്ങനെ വീട് കിട്ടുമെന്നാ നീ പറയണത്? അല്ല, ഇപ്പൊ ഈ കൗണ്ടർ അടിച്ച് ചിരിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പോയാണ് നിന്റെ ഒരു കാര്യം. അമ്മാവ നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു 3 സെന്റ് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അതിന്റെ കല്ലിടുന്ന മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 10-10. എനിക്ക് ചെവിയൊക്കെ ഒരു 10 പറഞ്ഞാ മതി. അതാണോ പറഞ്ഞത്? 10 മണി കഴിഞ്ഞ് 10 മിനിറ്റിനകമാണ് തറ കല്ലിടുന്നത്. ഈ തറയെന്ന് വിളിച്ച നീ എന്നെ അല്ലേ ഇടുന്നു? എന്റെ തറക്കല്ലിടുന്ന കാര്യമല്ലോ ഞാൻ പറഞ്ഞത്. എന്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ച് പോയ വിവരമൊക്കെ അറിയാലോ. അങ്ങേര് ഇങ്ങോട്ട് വരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. എന്തായാലും അമ്മാവൻ എനിക്കത് തറക്കല്ലിട്ട് തരണം. അമ്മാവൻ അതിനല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, ആ കല്ലങ്ങാനും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൈവിട്ട് ഞാൻ. നീ ഇവിടെ കിടന്നിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കും. ആടി സൂണൻ ചേട്ടനാ? സൂണ എന്തിനാ ഇപ്പൊ വന്നത്? അല്ല, ഇവിടെ ഒരു ചടങ്ങ് നടക്കുവാണോ? ആ ചടങ്ങ് നടക്കുക. ഞാൻ നിന്റെ ആരാ? എന്റെ പിള്ളേർ എന്താ ആണല്ലോ. അപ്പൊ ഞാൻ അറിയണ്ടേ ഇത്? എന്തിലറിയണം? അല്ല, ഞാൻ ഞങ്ങളെ കല്യാണം അങ്ങനെയല്ല. ഈ കല്ലിടുന്ന ഒരു ചടങ്ങ് നടക്കുമ്പോ ഞാൻ അറിയണ്ടേ ഇത്? അയ്യോ, ഞാനും എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പൊ എവിടുന്നോ ഒരു കിടപ്പാടം ഞങ്ങൾക്ക് കിട്ടിയെന്ന് അറിയപ്പോഴത്തേക്ക് അങ്ങനെ വന്നേക്കുന്നത് അതിന്റെ പങ്ക്. ഇങ്ങനെ പണ്ടേ ഇങ്ങനെ എന്നെ ഒന്നും പറയാൻ അനുവദിക്കത്തില്ല അമ്മാവ. അതെന്റെ സംഭവമാണ്. ക്ഷമിക്കമ്മാവ, സാഷ്ടാംഗ ഞാനിടും. ഒരു നല്ല ചടങ്ങ് നടക്കുന്ന സമയത്ത് നീ മത്തി വെച്ചിട്ടില്ല ഇവിടെ നിൽക്കുന്നത്. ഒരെണ്ണം അടിക്കും, അത് വേറെ ഒറ്റൊരെണ്ണം അല്ല. ഞാൻ ഒരു മേജർ അടിച്ചിട്ടുണ്ട്. ഇത് പല സംഭവത്തിന്റെ പേര് കേട്ടിട്ടുണ്ട്. ഇത് ഏതാണ് മേജർ? ഏതാ? 2 ആഴ്ച മുമ്പ് ഒരു ജവാൻ മേടിച്ച് വീട്ടിൽ വെച്ചായിരുന്നു. അതിപ്പോ ഇന്ന് നോക്കിയപ്പോ അത് മൂത്ത് മേജറായി. അതിൽ നിന്ന് ഒരെണ്ണം അടിച്ചിട്ടേ എങ്ങനെ പോകുന്നു. പക്ഷെ എന്നാലും കല്ലിടുന്ന കേസ് അതല്ല. നമുക്ക് കല്ലിടാം. കല്ലിടി ഞാൻ ഇടണമെങ്കിൽ ഞാൻ കല്ലിടാം. എങ്കിൽ ഇവിടെ നിർത്തില്ല, പൊളിക്കും. ശരി, നീ കല്ലിട്ടോ. ഒരു കൂര ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കല്ലെടുക്കാനായിട്ട്. ആര്? നീ. കല്ലെടുക്ക്.
ഓക്കെ കല്ലിടേണ്ട സ്ഥലം അമ്മ ഭയങ്കര വെയിറ്റ് ആണല്ലോ അതിന്. ഇവിടെ അല്ലേ മക്കളെ? ഇവിടെ ആയിരുന്നു അമ്മ പറഞ്ഞതാ. ആദ്യം എന്ന് പറഞ്ഞാലേ ഈ നമ്മുടെ മേശരി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആദ്യം വന്ന് നോക്കിയപ്പം കല്ലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞതാണ് ഈ ഭാഗത്തായിരുന്നു ആദ്യം പറഞ്ഞത്. ഇവിടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ കല്ലിടാന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ കല്ലിടാന്ന് പറഞ്ഞപ്പം പറയട്ടെ നമ്മുടെ വീടിന്റെ ദർശനം വരുന്ന കിഴക്കോട്ടായിരിക്കണം. അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങളുടെ പറഞ്ഞു എന്നാ പിന്നെ ഇങ്ങനെ വാ, വേണ്ടേ ഈ ഭാഗത്തേക്ക് കല്ലിടാൻ പറഞ്ഞു. ഇവിടെ ദർശനം ഇവിടോട്ട് വരുമ്പോ ഇവിടെ അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ വേണ്ട, എന്നാ പിന്നെ പടിഞ്ഞാറ് ദർശനമാക്കി അത് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാട്ടി ഈ ഭാഗത്ത് കല്ലിടാന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറയുന്നത് കന്നിമൂല എന്ന് പറയുന്നത് ഇവിടാണ്, അപ്പൊ ഇവിടെ വേണം കല്ലിടാൻ. കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ ഇവിടെ കല്ലിട്ട് കഴിഞ്ഞാൽ ഇത് മരണക്കുഴിയാണ്. ഇവിടെ വാഴില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കുഴി എടുക്കണം. ഇവിടെ കുഴിയോ? ഇവിടെ ഒരു കുഴി ഞാൻ രമണ എടുത്തു പോയി മമ്മട്ടി കല്ല് താഴെ ഇടരുതും. കല്ല് താഴെ ഇടരുതും. നീ എന്നാ പറ്റിക്കണല്ലേ? കല്ല് താഴെ ഇടുന്ന കാര്യം ഒരു വീടിന്റെ കാര്യമാണ് കേട്ടാ. അമ്മാവ രമണി അവിടെ ഇല്ല, രമണി അവിടെ ഇല്ല, തൊഴിലുറപ്പിന് പോയെന്ന്. ഒരു കാര്യം, എന്റെ മക്കൾ ഇങ്ങോട്ട് വന്ന് നമുക്കൊന്ന് മാന്തിക്കേ. കൈവച്ച് മാന്തി ഇവിടെ ഇല്ലയോ? കല്ല് താഴെ ഇടല്ലേ? താഴെ ഇടല്ലോ. കൈയുടെ അങ്ങനൊന്നും പിണക്കം കാണിക്കില്ല. ഇല്ല അതുകൊണ്ടല്ലേ ഇവിടെ കുഴിയെടുക്കട്ടെ, ഇവിടെ വേണം വിടാനേ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലയും കണ്ടു എന്താടി വൈബ്രേറ്റ് ചെയ്തത്? ഇല്ല എന്റെ വീട് പൊക്കോടെ ഞാൻ പിടിച്ചോണ്ടിരിക്കും. നിനക്ക് എന്നോട് ഇച്ചിരി ആത്മാർത്ഥ ഉണ്ടോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ കല്ലെടുത്ത് പൊക്കി പിടിക്കാന് വെച്ചാ പോരായിരുന്നോ? കൊച്ചിനൊരു വീട് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴാണ് നീ പ്രശ്നം ഉണ്ടാക്കണത്. നീ അല്ലേലും മദ്യ വെച്ചിട്ട് വന്നിട്ട് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണത്. നിന്നെപ്പോലെ ചവിട്ടി കൊല്ലുന്നേ. അമ്മാവാ ഈ മാന്തി കുഴിക്കകത്ത് എന്തോ ചെയ്യണം? ഒരു കാര്യം ചെയ്യ്, ഈ കല്ലും അവനെയും കൂടി ഇതിനകത്തിട്ട് നമുക്ക് അങ്ങോട്ട് മൂടാ. സമയം കഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. വളരെ വേഗമാണ് ഇപ്പൊ സമയം പോകുന്നത്. സ്കിറ്റ്, വർത്തമാനം, ചിരി, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് സമയം പോകുന്നു. നേരത്തേക്കാളും പെട്ടെന്ന് സമയം പോകുന്നു. ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. തീർച്ചയായിട്ടും പോവാം. ഇവർക്ക് നമുക്കൊരു നല്ല ഗൈഡ് കൊടുക്കണം. എല്ലാവരും ഉഷാറായിരുന്നു. അപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഒരുപാട് ചിരിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്കിറ്റുകളും അടിപൊളി മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.